me better? Who was my childhood celebrity crush? ഇത് ഞാൻ മമ്മൂക്കയുടെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യനാണ് പണ്ട്. Is that weird? പിന്നെ എന്റെ ഒരു ഹിഡൻ ടാലന്റ്. ഇതില് ജയിച്ചിരിക്കുന്ന ശ്രീനിയാണ്. കുഴപ്പമില്ല ഡാഡി, മമ്മീനെ ഇറങ്ങിയാൽ മതി ഡാഡി. ഇതില് ഡാഡി തോറ്റാലും കുഴപ്പമില്ല. പോഡ്കാസ്റ്റില് അത് വേറെ അടി, ഇത് വേറെ അടി. കമന്റ് ബിലോന്ന്. കുറ്റിക്കാനം കേരളത്തിന്റെ പുറത്താ. ഡാഡിക്ക് ഇറങ്ങിയല്ലേ പറ്റുക. എത്ര വർഷം ഫീസ് അടച്ച ഈ ടൈറ്റ് ഇപ്പൊ നടക്കാൻ പറ്റാതിരിക്കുകയാണ്. ടൈറ്റ് ഷൂ അടിയാവുന്നു. അമേരിക്കൻ ഷൂ ആണ്. അത് ഞാൻ പണ്ടായിരുന്നു ഡാഡി. ഇത് മാത്രം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു കമന്റ് ബിലോ. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ടു Pearly Mani's യൂട്യൂബ് ചാനൽ. ഇവർ രണ്ടുപേരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ന് ഇവരുടെ ലൈഫിലെ ഏറ്റവും ടെൻഷൻ ഉള്ള ഒരു ദിവസമായിരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും, എസ്പെഷ്യലി ശ്രീനിക്ക്. ബിക്കോസ് ഹൂ നോസ് മീ ബെറ്റർ ഇന്നത്തെ ഒരു തീം. ഇതുവരെ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഞങ്ങൾ ചെയ്തിട്ടേ ഇല്ല. അപ്പൊ പുതിയ പുതിയ സാധനങ്ങൾ പുതിയ രൂപത്തിലൊക്കെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മേക്ക് ഷുവർ ഞങ്ങളുടെ 80% സബ്സ്ക്രൈബേഴ്സ് കാണുന്ന നിങ്ങളിൽ 80% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പ്ലീസ് ഇപ്പൊ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ. ആ മണി അടിച്ചു പൊട്ടിച്ചു. ഈ മണിയല്ല മണി. സോ ദാറ്റ് നെക്സ്റ്റ് ടൈം ഞങ്ങൾ വീഡിയോ ഇട്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനും വരും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തല്ലോ. ഡാഡി ഒന്ന് പറ ഡാഡി സബ്സ്ക്രൈബ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഡാഡി എന്തൊക്കെ ചോദ്യം വരുന്ന ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഇന്ന് എൻ്റെ ഡാഡിയും എൻ്റെ ഹസ്ബൻഡും ഇവർ രണ്ടുപേരും എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടുപേരാണ്. ഇവരില്ലെങ്കിൽ ഞാനില്ല, ഞാനില്ലെങ്കിൽ ഇവരുമില്ല. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം ഗൈസ്. അപ്പൊ ഡാഡി എന്താണ് ഈ ഒരു സെഗ്മെന്റിനെ കുറിച്ച് ഡാഡിയുടെ മനസ്സിൽ ഇപ്പൊ എന്താണ്? എന്നെ വന്നിരിക്കാൻ പറഞ്ഞു, ഞാൻ വന്നിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു കയ്യിൽ എഴുതാനൊക്കെ തന്നു. ഞാനിപ്പോ എഴുതേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ കുറെ കാലായി എക്സാം ഒക്കെ എഴുതി. ജാമിനയിലെ എക്സാം ആണ്. ശ്രീനിക്ക് എന്താണ് പറയാനുള്ളത്? ரொம்ப വർഷത്തിന് ശേഷം ഈ എക്സാമിനൊക്കെ പോകുമ്പോ ഒരു വയറ് കിളക്കുണ്ടാവും. സാരല്ല, ബാത്റൂം ഒക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സൈഡിൽ തന്നെ. എനിക്കിത് ഇവിടെ ഒരു ചായയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാണ്ട് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഗൈസ്. അപ്പൊ വൺസ് മോർ വെൽക്കം ടു Pearly Mani ഷോ. സോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് ഗോണ ബി വെരി സിമ്പിൾ. മൈ ഫേവറേറ്റ് കളർ, എനിക്ക് ഇഷ്ടമുള്ളൊരു കളർ എഴുതി കഴിഞ്ഞ രണ്ടുപേരും എന്നെ കാണിക്കരുത്. എന്റെ ഫേവറേറ്റ് കളർ പിങ്ക് ആണ്. സോ ലെറ്റ്സ് സീ ദ ആൻസേഴ്സ്. ഡാഡി എന്താണ് എഴുതിയിരിക്കുന്നത്? ഡാഡി ഡാഡി റോട്ട് പിങ്ക്. ശ്രീനി താങ്ക് യു. അപ്പൊ രണ്ടുപേർക്കും 1-1. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അത് എങ്ങനെ ഡാഡി അറിയാം? പറഞ്ഞോണ്ടിരിക്കും എവിടെ പോയാലും പിങ്ക് പിങ്ക് പിങ്ക്. ഓക്കെ, അടുത്തത് കുറച്ചൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ആലോചിച്ച് എഴുതണം. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ഫുഡ്? ഒരു ഹോട്ടലിൽ പോയി എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ചെയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. റെഡി? ആൻസർ ഞാൻ പറയട്ടെ. ഓക്കെ, ഇത് ഞാൻ തന്നെ ഇത് തിരിച്ചറിഞ്ഞത് എൻ്റെ 2 ഡെലിവറിക്ക് ശേഷമാണ്. ബിക്കോസ് പ്രഗ്നൻസി ടൈമിലാണ്, നമ്മുടെ ക്രേവിംഗ് ടൈമിലാണ് നമ്മൾ അറിയുന്നത്. മേഘ്ന ബിരിയാണി. ഓക്കെ, ബിരിയാണി ഏതെങ്കിലും നിങ്ങൾക്ക് ഞാൻ 1/2 മാർക്ക് തരാം. ഓക്കെ, ഡാഡി എന്താ എഴുതിയത്? മേഘ്ന ബിരിയാണി. ഡാഡി റോട്ട്. ഞാൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു കുറെ കാലം. എന്താ എഴുതിയിരിക്കണേ? കഞ്ഞി പയറ്. വീട്ടിലാണെങ്കിൽ ഹോട്ടലാണെങ്കിൽ വീട്ടിലാണെങ്കിൽ എനിക്ക് കഞ്ഞിയും പയറുമാണ് ഇഷ്ടം. ഹോട്ടലാണെങ്കിൽ ബിരിയാണി. ഫുൾ 1-1. അപ്പൊ എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ, എന്റെ സ്കൂൾ, അതായത് 10th വരെ ഞാൻ പഠിച്ച സ്കൂൾ ഏതാണ്? ഡാഡിക്ക് ഇറങ്ങിയല്ലേ പറ്റുക. എത്ര വർഷം ഫീസ് അടച്ച? ആൻസർ പ്ലീസ്. ഹോളി ഏഞ്ചൽസ് ആണ് ഞാൻ പഠിച്ചത്. മേരിമാൻ. പിന്നെ നിയർ മെഡിക്കൽ കോളേജ്. ഓക്കെ ഗൈസ്, അപ്പൊ അടുത്തത് ഭയങ്കര ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്റെ ഷൂവിന്റെ സൈസ് എത്രയാണ്? ഇത് ഞാൻ മമ്മൂക്കയുടെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യനാണ് പണ്ട്. ഓക്കെ, ഏകദേശം കിട്ടിയാൽ മതി. വേണമെങ്കിൽ ഞാൻ കുറച്ച് ലൂസായിട്ടൊക്കെ ഇടാൻ റെഡിയാണ്. ഇവർക്ക് വേണ്ടി ഞാൻ എന്തും റെഡി. അപ്പൊ എന്റെ ഷൂ സൈസ് 6 ആണ്. 5-6 ആണ്.
ഹലോ ലേറ്റസ്റ്റ് 5 ലേറ്റസ്റ്റ് പഴയത് 4.5 ഇപ്പൊ 5 ആയിട്ട് അതെ ഇച്ചിരി കാലേ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മള് ഷൂ വാങ്ങാൻ പോയപ്പോ 5 ആയിരുന്നു. ഡാഡി നീ പറഞ്ഞത് ഞാൻ ഡാഡിക്ക് ഞാൻ കൊടുക്കുന്നത് പക്ഷെ ഷൂ എടുത്ത് നോക്കണം. 5 ആണ് ബ്രോ, ആ 5 ആണ് ഡാഡി. നീ ആരെന്ന് പറഞ്ഞു ഞാൻ ആക്ച്വലി 6 അല്ലെങ്കിൽ 5 ആണ്. അപ്പൊ ഈ കോലാപൂരി ആണെങ്കിൽ 6. ഈ ടൈറ്റ് ഇപ്പൊ നടക്കാൻ പറ്റാതിരിക്കുകയാണ്. ടൈറ്റ് ഷൂ കറക്റ്റ് ആയിട്ട് കിട്ടണ്ടേ? നീ എന്തിനാ ഇവിടെ അടിയാവുന്നു. ഡാഡി ഓക്കെ 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 അമേരിക്കൻ ഷൂ ആണത്. ഷൂവിന്റെ ഇതിൽ ജയിച്ചിരിക്കുന്ന ശ്രീനിയാണ്. 5 ആണ്. ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്നത് 5 ആയതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മെമ്മറി that I always talk about? അതായത് എൻ്റെ കുട്ടിക്കാലത്തിലെ ഒരു ഓർമ്മ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിനെക്കുറിച്ച് പറയുന്ന. ആക്ച്വലി ഗൈസ് ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ഫോർ മീ ഓൾസോ. പറഞ്ഞത് എനിക്കറിയില്ലോ, ഡാഡിക്ക് കണ്ടിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എന്താ സത്യമായി എനിക്കറിയില്ല എൻ്റെ ആൻസർ. ഞാനല്ലേ പറയുന്നത്, കേട്ട് തഴമ്പിച്ച് ഈ ചെവികൾക്കല്ലേ അറിയുള്ളൂ. ഓർഫനേജ് വിസിറ്റ്. അതെ, ഹേമ ആൻറ്റിയുടെ കുക്കിംഗ് കറക്റ്റ്. ആക്ച്വലി ഗൈസ് ഇത് രണ്ടും കറക്റ്റ് ആണ്. ഞാൻ ചെറുപ്പത്തില് ഹേമ ആൻറ്റി എന്ന് പറയുന്നത് ഡാഡിയുടെ ചേട്ടന്റെ വൈഫാണ്. അവർ രണ്ടുപേരും ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ ഇല്ല, അവര് ഞങ്ങളെ വിട്ടു പോയി. പക്ഷെ ഹേമ ആൻറ്റിയുടെ കൂടെയാണ് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ്. ഞാൻ അറ്റ് വെരി യങ് ഏജ് ഐ യൂസ് ടു വിസിറ്റ് മിഷണറീസ് ഓഫ് ചാരിറ്റി നമ്മുടെ ട്രിവാൻഡ്രത്ത്. അപ്പൊ ഡാഡിയുടെ ഒരു മെമ്മറി, ഞാൻ എപ്പോഴും അവിടെ പോണെന്ന് പറയും. ഡാഡി എന്നെ അവിടെ വിട്ടിട്ട് പിന്നെ എന്നെ പിക്ക് ചെയ്യാൻ വരും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മൈ ഫേവറേറ്റ് മൂവി ജോണർ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്റ്റൈൽ ഓഫ് മൂവി ഏതാ? എനിക്ക് കോമഡി പടമാണ് ഞാൻ പൊതുവെ ഇഷ്ടപ്പെടുന്നത്. ഡാഡി ഹ്യൂമർ കറക്റ്റ്. റോം-കോം രണ്ടും കറക്റ്റ് ആണ്. രണ്ടുപേർക്കും 1-1. വെരി ഗുഡ്, താങ്ക് യു ഗൈസ്. അപ്പൊ എന്തായാലും രണ്ടുപേർക്ക് അതിൽ മാർക്ക് കിട്ടിയിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൈ ബിഗ്ഗസ്റ്റ് ഫിയർ എന്തായിരിക്കും? എഴുതി കഴിഞ്ഞെങ്കിൽ പറയാം, ഞാൻ എൻ്റെ ആൻസർ പറയാം. സോ എനിക്ക് ബിഗ്ഗസ്റ്റ് ഫിയർ എന്ന് വെച്ചാൽ ഈ നിലു നിത്താരയൊക്കെ അവര് വലുതാവോ, അവരെ കുറിച്ചാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ഫിയർ. അല്ല ലൈക്ക് ഒരു ചെറിയൊരു ആങ്ഷ്യസ് ആവുന്നത്. അവരെന്താവും, അവരുടെ കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് നോക്കുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ എനിക്ക് ഒരു പേടി. അപ്പം വാട്ട് ഡിഡ് യു ഗൈസ് റൈറ്റ്? I wrote fear itself. ഫിയർ ആണ് നിന്റെ ഫിയർ. ഇങ്ങനത്തെ വേണ്ടാത്ത ഫിയർ ഫ്യൂച്ചറിൽ AI റിലേറ്റഡ്. രണ്ടുപേർക്ക് 0 ആണ്, ബിക്കോസ് ഞാൻ പറഞ്ഞ ആൻസർ അല്ല ഇത്. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, വാട്ട് ഈസ് ദ ഫുഡ് കോമ്പിനേഷൻ ഐ എൻജോയ് ദാറ്റ് അതേഴ്സ് ഫൈൻഡ് ഓഡ്? അതായത് നിങ്ങൾ കഴിക്കുമ്പോ ഇത് എന്ത് ഇവള് കഴിക്കണേ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു സാധനം എന്തായിരിക്കും? ഡാഡിയൊക്കെ കുറെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ എഴുതി കഴിഞ്ഞാൽ എല്ലാരും പെൻസ് ഡൗൺ ഗൈസ്. അപ്പൊ ആൻസർ ഇതാണ്, സെർലാക്ക്. സെർലാക്ക്, പാൽപ്പൊടി, ഇതൊക്കെ ഞാനാണ് ഗൈസ് കഴിക്കുന്നത്. അതായത് പ്രഗ്നൻസി ടൈമിലൊക്കെ ഞാനിത് വെറുതെ, അത് ഡാഡി എന്നെ എത്ര പ്രാവശ്യം വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. 2 ദിവസത്തിലൊക്കെ ഇരുന്ന് മുഴുവൻ ഞാൻ ആ പൊടി മാത്രം കഴിക്കും. ഡാഡിക്ക് പേടി ഇത് ഇങ്ങനെ കഴിക്കാമോ എന്നാണ്. അപ്പൊ ഇതാണ് എനിക്ക് തോന്നുന്നത് വിയേർഡ് ആയിട്ടുള്ള ഒരു സാധനം. ശ്രീനി എന്താ എഴുതിയത്? ഏയ് നിലു സെർലാക്കുന്നുണ്ട് ഡാഡി. ഞാൻ കേർഡ് ആൻഡ് ഫിഷ് കറി. അതൊരു വൃത്തികെട്ട. കാരണം ശ്രീനിക്ക് അറിയാം, വാങ്ങിക്കുന്ന നിലയ്ക്കാണെങ്കിലും പെട്ടെന്ന് തീരുമ്പോ ആരാ കഴിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം. ഞാൻ കേർഡ് ആൻഡ് ഫിഷ് കറി നീ കഴിക്കില്ല. അത് ഞാൻ പണ്ടായിരുന്നു ഡാഡി. ഇതിലപ്പോ ശ്രീനിയാണ്. കുഴപ്പമില്ല ഡാഡി, മമ്മീനെ അറിയാൻ മതി ഡാഡി. ഇതില് ഡാഡി തോറ്റാലും കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ ഫേവറേറ്റ് ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന കാർട്ടൂൺ ഏതാ? ഏറ്റവും ഫേവറേറ്റ്. ഐ തിങ്ക് ഐ ഗിവ് യു 1 or 2 ഓപ്ഷൻസ് ആസ് എൻ ആൻസർ. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാലും മതി. എന്റെ ഫേവറേറ്റ് കാർട്ടൂൺ. സോ എന്റെ ഫേവറേറ്റ് 2 എണ്ണം ഉണ്ടായിരുന്നു. ഒന്ന് പോപ്പോയ്, the other one was Powerpuff Girls. ഇത് രണ്ടുമായിരുന്നു എന്റെ ഫേവറേറ്റ് കാർട്ടൂൺസ്. ലൈക്ക് സ്കൂൾ വിട്ട് വന്ന ടോം ആൻഡ് ജെറി. അയ്യോടാ, സോ സ്വീറ്റ്. അല്ലാട്ടാ. അടുത്തത് ഡെക്സ്റ്റർ, ടോം ആൻഡ് ജെറി, സിംപ്സൺസ്. ഇതിൽ ഡെക്സ്റ്ററും എനിക്ക് ഫേവറേറ്റ് ആയിരുന്നു, ബിക്കോസ് ശ്രീനി കണ്ടിട്ടുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഡെക്സ്റ്റർ കാണുന്നത്. പക്ഷെ നോ, മൈ ഫേവറേറ്റ് ഹാസ് ഓൾവേസ് ബീൻ പോപ്പോയ് ദ സെയിലർ മാൻ.
ഐ ലിവ് ഇൻ Powerpuff Girl. അതില് പവർ പഫ് ഗേളിനെ വെച്ചിട്ടാണ് ഞാൻ എന്റെ ലോഗോ വരെ അതൊരു ക്ലൂ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞേനെ. ഇത് ഞാൻ വരച്ചതാട്ടോ. പക്ഷെ അതായത് പവർ പഫ് ഗേൾസിൽ കേളി ഹെയർ ഇല്ല. ഇപ്പൊ ഞാനൊരു കേളി ഹെയർ ഉള്ളൊരു കുട്ടിയെ ഞാൻ തന്നെ എപ്പിടി റാ. അപ്പൊ എന്തായാലും ഇതില് രണ്ടുപേർക്ക് 0-0. 0. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വിയർഡസ്റ്റ് ഹാബിറ്റ് ദാറ്റ് ഐ ഹാവ്? സത്യമായിട്ട് എനിക്കറിയില്ല ഇത് എന്താന്ന്. എനിക്കങ്ങനെ ഐ ഡോണ്ട് ഫീൽ ലൈക്ക്. ഞാൻ കാണിക്കുമ്പോ അറിഞ്ഞോളൂ. ഓക്കെ ഗൈസ്, ആദ്യം ഡാഡി. ഡാഡി ഗൈസ്, ഇസ് ദാറ്റ് വിയർഡ്? പിന്നെ അത് ഇപ്പൊ ഞാൻ ഉറങ്ങുന്നില്ല ശ്രീനി. ഇപ്പൊ ഉറങ്ങുന്നുണ്ട് അമ്മ. ബിയേഡ് വാസ് എന്നാണ്. അടുത്തത്, എന്റെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ലൈക്ക് മൈ ഫേവറേറ്റ് സബ്ജക്ട് ഏതായിരുന്നു? ഫേവറേറ്റ് സബ്ജക്ട്. ഇത് 10th വരെ ഉള്ളതൊക്കെ പറഞ്ഞാൽ മതി. ശ്രീനി എഴുതി കഴിഞ്ഞിട്ട് നീ ഫുള്ള് എക്സാം ചെയ്തല്ലേ ശ്രീ? ഓക്കെ ഗൈസ്, എനിക്ക് ഏറ്റവും ഇഷ്ടം ഇംഗ്ലീഷ് ആയിരുന്നു. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളത് മീഡിയ ആയിരുന്നു. ഇതിലേതെങ്കിലും എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഫോട്ടോഗ്രാഫി, മീഡിയ, കറക്റ്റ്. പാളി കുറെ ഫോട്ടോസ് എടുത്തു. മീഡിയ. അയ്യോ, രണ്ടുപേർക്ക് കറക്റ്റ്. അപ്പോ എന്റെ വാശി പിടിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഡാഡി എന്നോട് ആ ക്രൂരത എന്തിനാ ഡാഡി, അത് എന്തെങ്കിലും എനിക്ക് ചോദിക്കണം ശ്രീ. അതായത് 12th ഡാഡി പറഞ്ഞു, നിനക്ക് മിനിമം ഒരു 80% മാർക്ക് ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ പുറത്ത് വിട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ 86% വാങ്ങിച്ചു. എന്നിട്ട് അറിയാതെ ഇട്ടു പോയത്. മൂഡ് പോയി, എന്റെ മൂഡ് പോയി. ഓക്കെ, അപ്പൊ ഞാൻ 12th അത്രയും മാർക്ക് വാങ്ങിച്ചിട്ട് അവരെന്നെ പുറത്ത് വിട്ടില്ല. മമ്മി ഡാഡി എന്നെ വിട്ടില്ല. എന്നിട്ട് ഞാൻ ഇവിടെ വിടാൻ പോയതാണ്. കുറ്റിക്കാനം കേരളത്തിന്റെ പുറത്താ. എന്നിട്ട് അവസാനം ഐ സ്റ്റഡീഡ് ഹിയർ. പക്ഷെ അപ്പോഴും എന്റെ മനസ്സിൽ എനിക്ക് മീഡിയ സ്റ്റഡീസ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ബിക്കോസ് അന്നൊക്കെ ഞാൻ ഇങ്ങനെ പോർട്ട്ഫോളിയോ ഷൂട്ട്സ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ ഫോട്ടോഗ്രാഫി, മീഡിയ ഇതായിരുന്നു എന്റെ ഏറ്റവും ഫേവറേറ്റ് ഫീൽഡ്. അപ്പൊ രണ്ടുപേർക്കും കറക്റ്റ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഐ എം ലൈക്കിംഗ് ഇറ്റ്. എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയുന്ന ഒരു എപ്പിസോഡ് ആയിരിക്കും ഇത്. ഓക്കെ, നെക്സ്റ്റ്, ഡു ഐ ഹാവ് എനി ഹിഡൻ ടാലന്റ്? എൻ്റെ ഒരു ഹിഡൻ ടാലന്റ്, അതായത് നിങ്ങൾക്ക് തോന്നുന്നു അതിങ്ങനെ ലോകം ഇതുവരെ തിരിച്ചറിയാത്ത. ഡാഡി എഴുതിയിരിക്കണം മൾട്ടി ടാസ്കിംഗ് എന്നാണ്. കുറെ കാര്യങ്ങൾ ഒരേ നേരത്തെ ചെയ്തുകൊണ്ട് നടക്കും. അതൊരു ഹിഡൻ ടാലന്റ് ആണ്. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം നിങ്ങൾ. ഓക്കെ ശ്രീനി, എല്ലാ ടാലന്റും കാണിച്ചു എന്നാണ് എന്റെ പക്ഷേ വാട്ട് ഹാവ് യു റിട്ടൺ? ഇതുപോലെ ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി, അത് തന്നെ മൾട്ടി. അത് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തോ നിങ്ങൾ രണ്ടുപേരും. എനിക്കിതൊക്കെ കേൾക്കുമ്പോ എനിക്ക് ഐ ലവ് ദിസ് ഷോടാ. ഇല്ല, ഞാൻ വിചാരിച്ചു കല്യാണം കഴിക്കുന്ന സമയത്ത് പെളിക്ക് കുക്കിംഗ് ഒന്നും അറിയത്തില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഫസ്റ്റ് ഡേ തന്നെ മീൻകറിയും മീൻ വറുത്തതൊക്കെ ഉണ്ടാക്കി കൊടുത്തത് ഞാൻ ഞെട്ടി. ഓൾറെഡി ബിഗ് ബോസ് എനിക്കുള്ളത് പേളി ആ കാലത്ത് ഒരു 6-7 ഇയേഴ്സ് ബാക്ക് തന്നെ ഇരുന്ന് മുറിക്കാത്തിരുന്ന് ഇങ്ങനെ നൈറ്റ് ഉറങ്ങില്ല എന്ന് പറയുന്ന സമയത്തും എഡിറ്റിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു മൊബൈലൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എനിക്ക് തെറ്റേ കാണാൻ പറ്റില്ല. അപ്പോൾ അവളുടെ ഫീലിങ്സ്, അതിൻ്റെ അടുത്തുള്ള പിക്ചേഴ്സ് എല്ലാം വരും. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇത് എവിടുന്ന് പോയി പഠിച്ചതെന്ന്. അപ്പൊ കാലത്ത് ഷൂട്ടും ചെയ്യുമ്പോൾ നൈറ്റ് ആകുമ്പോൾ ഇതും ചെയ്യുമ്പോൾ ഇങ്ങനെ എല്ലാം ചെയ്യുന്ന ഐ വാസ് ഷോക്ക്ഡ്. അപ്പൊ മൾട്ടി ടാസ്കിങ്, പാട്ടും പാടും, ഡാൻസും കളിക്കും, തോന്നിയാസം ഉണ്ട്, ബൈക്ക് ഓടിക്കും, കാർ ഓടിക്കും, ലിറിക്സ് എഴുതും, പാട്ട് എഴുതും. അടുത്തത്, വാട്ട് ഇസ് എ പ്ലേസ് ദാറ്റ് ഐ ഹാവ് ഓൾവേസ് വാണ്ടഡ് ടു വിസിറ്റ്? പക്ഷെ ഇതുവരെ ഞാൻ വിസിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കിങ്ങനെ എൻ്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ പോലെയൊക്കെ എനിക്ക് വിസിറ്റ് ചെയ്താൽ കൊള്ളാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഏതാണ്? ഞാൻ വെറുതെ ഒരു ആൻസർ പറയാം. ഇതാണ് ഞാൻ കുറച്ച് നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടെ സ്റ്റുഡിയോയിലും എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ആഫ്രിക്കയില് മസായിമാണ്. ഞാൻ എഴുതിയിരിക്കുന്ന ഓപ്ര സോം. അത് ആക്ച്വലി അതാണ് കറക്റ്റ് ആൻസർ. ഓപ്രയുടെ വീട്, അതൊക്കെ എന്റെ വിഷൻ ബോർഡിൽ ഞാൻ ഇങ്ങനെ സ്വിറ്റ്സർലാൻഡ്. അപ്പൊ രണ്ടുപേരും
പക്ഷെ എന്റെ ആൻസർ വേറെ ആയിരുന്നു, അതുകൊണ്ട് രണ്ടുപേർക്കും ഞാൻ മാർക്ക് തരുന്നില്ല. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ ഓപ്രയുടെ വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് ഞാൻ മാറ്റി പറഞ്ഞിട്ട് ബിക്കോസ് അതൊക്കെ അയ്യോ വാവ്. മസായിമാരൊക്കെ എപ്പോഴും വേണമെങ്കിലും പോവാല്ലോ, ആർക്ക് വേണമെങ്കിലും പോവാല്ലോ. അതെ, ഓപ്ര ഇത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ്. എപ്പോഴും പറയും അവരെ മീറ്റ് ചെയ്യണമെന്ന് പറയും, പക്ഷെ ഇതുവരെ വീട്ടിൽ പോണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അത് ഡാഡിയാണ്. നമുക്ക് റോട്ടി വെച്ച് മീറ്റ് ചെയ്യാൻ ആൾക്കാർ, ഒരു വീട്ടിൽ വെച്ച് മീറ്റ് ചെയ്യുമ്പോഴാണ് പേഴ്സണൽ ടച്ച് കിട്ടുന്നത്. അതെ, അവിടെ തട്ടി കേറ്റി എന്റെ തലയിൽ കേറ്റി അത് വിഷൻ കണ്ട ഇതൊക്കെ ഞാൻ പഠിപ്പിച്ച എന്റെ പോഡ്കാസ്റ്റില്. അത് വേറെ അടി, ഇത് വേറെ അടി, ഇത് രണ്ടും അടിയാണ്. ഇത് നെറ്റിയടിയാണ്. ഇത് നെറ്റിയടി, അത് തലക്കിട്ടടി. നെക്സ്റ്റ് ഇസ് വാട്ട് ആർ ദ വേർഡ്സ് ദാറ്റ് ഐ യൂസ് ദ മോസ്റ്റ്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വേർഡുകളിൽ ഒരു വേർഡ് ഇത്. ഈ ബേസിക്കലി എന്നുള്ള ഒബ്വിയസ്ലി അല്ല, ബേസിക്കലി ആണ് നീ ഉദ്ദേശിച്ചത്. ഓക്കെ, ബേസിക്കലി ഞാൻ തെറ്റിയായിരിക്കുന്നത്, എനിക്കറിയില്ല. ഡു ഇറ്റ്. ഓ ഡാഡി ഇങ്ങനെ ഇതൊക്കെയാണ് പേളി പറഞ്ഞോണ്ടിരിക്കുക. ഒബ്വിയസ്ലി ഓക്കെ ഓക്കെ. ഇതില് ഞാൻ ശ്രീനിക്ക് മാർക്ക് കൊടുക്കാം, എന്താ വെച്ചാൽ ഇത് കറക്റ്റ് ആണ്. കമന്റ് ബിലോന്ന് കറക്റ്റ്. ഞാൻ എന്ത് പറഞ്ഞാലും ഇടയ്ക്കൊരു അപ്പൊ അത് കമന്റ് ബിലോ എന്ന് പറയും. പിന്നെ ഓക്കെ ഒന്ന് കയ്യിൽ നിന്ന് പോകുമ്പോ അതാണ് ഞാൻ പിന്നെ രണ്ടാമത്. പിന്നെ ഞാൻ എപ്പോഴും ഒബ്വിയസ്ലി ബേസിക്കലി ഇതൊക്കെ ഞാൻ പറഞ്ഞോണ്ടിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് വാട്ട് ഈസ് മൈ ഫേവറേറ്റ് ഗോ ടു കംഫർട്ട് ഫുഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇപ്പൊ ഒരു വർക്കൊക്കെ കഴിഞ്ഞ് വരുവാണെങ്കിൽ മമ്മിയുടെ അടുത്തൊക്കെ നമ്മൾ വിളിച്ച് ഉണ്ടാക്കാൻ പറയുന്ന ഒരു കംഫർട്ട്. എഴുതി കഴിഞ്ഞു. ആൻസർ ഇസ് കഞ്ഞി, പയർ, ചമ്മന്തി, അച്ചാറ്, ടൊമാറ്റോ റൈസ്. നീ എന്താ ചെയ്തേ? ചമ്മന്തി ചമ്മന്തി, കഞ്ഞി, പയർ, ചമ്മന്തി. ഡാഡി ശരിക്കും ആക്ച്വലി ഹാപ്പി ആയിരിക്കണം. ഡാഡിക്ക് തെറ്റുകയും ശ്രീനിക്ക് കറക്റ്റ് ആയി. അതപ്പൊ നല്ലൊരു ഭർത്താവാണ് എനിക്ക്. അത് എന്റെ കംഫർട്ട് ഫുഡായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോ എപ്പോഴും മമ്മിയെടുത്ത് പറയുന്ന 3 സാധനമാണ്. അതുകൊണ്ട് അത് ഡാഡിനെ പോലെ ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വൺ തിങ് ഐ കനോട്ട് ലിവ് വിത്തൗട്ട്. ഈ സാധനം ഇല്ലാതെ എനിക്ക് പറ്റില്ല. ഫുഡാണോ എന്താണ്? എന്തെങ്കിലും ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ആദ്യം ശ്രീനി കാണിക്കാം. നില. അയ്യോടാ കറക്റ്റ് ആടാ, ഞാൻ ഇപ്പൊ ആലോചിച്ചു ആക്ച്വലി അത്. ഓക്കെ, ബീയിങ് ബിസി ഓൾ ദ ടൈം. ഇത് രണ്ടും കറക്റ്റ് ആണ്. മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും, എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണം. ഇത് നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായം എന്താ? ഇത് രണ്ടും ഇതാണ് ഇല്ലാതെ ഞാൻ പറയാം. ഇതിനുള്ള ആൻസർ നിങ്ങൾ തന്നെ കറക്റ്റ് ആണോ എന്ന് പറഞ്ഞു. ഇവർ രണ്ടാളും ഇല്ലാതെ പേളിക്ക് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ ബിസി ആവണമെന്ന് ഇന്നലെയൊക്കെ പേളി പറഞ്ഞു എനിക്ക് ഇന്ന് വയ്യ, ഞാൻ ഒന്ന് ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കും. ആ ദിവസമാണ് ഇത്. ഇന്നലെ ഞാൻ എന്തൊക്കെ ചെയ്തോണ്ട് നടന്നത്? ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കും എനിക്കൊന്നും മിണ്ടാണ്ടിരിക്കണം, അടങ്ങിയിരിക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കും. ഹൈദരാബാദിൽ നിന്ന് വന്നിട്ട് നേരെ വീട്ടിലേക്ക് പോയി. ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അപ്പൊ തന്നെ കാർ എടുത്തിട്ട് പോയി. ഡാഡി എനിക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ മന്ത്രം മിസ് ചെയ്തിട്ട് അത് തന്നെ. അത് അങ്ങനെ തന്നെ എനിക്ക് കറക്റ്റ്. രണ്ടുപേർക്കും ഞാൻ അപ്പൊ മാർക്ക് തരാം കേട്ടോ. 1-1 രണ്ടുപേർക്ക്. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് ഹൂ വാസ് മൈ ചൈൽഡ്ഹുഡ് സെലിബ്രിറ്റി ക്രഷ്. കൊറേ ക്രഷ് ഇല്ലേ? ഇല്ലല്ലോ, ഒന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ പറ. എനിക്കറിയടാ, എനിക്ക് പറയാം. എന്താ എഴുതിയിരിക്കണേ? ആക്ട് ചെയ്ത മാധവൻ. അയ്യോ, പക്ഷെ അത് ആ സിനിമ കണ്ടിട്ടല്ല എനിക്ക് അലയിപ്പായത്. ഇത് മാധവൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു കമന്റ് ബിലോ. ഓക്കെ, ഒന്ന് ആലോചിക്കൂ. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ക്രഷ് നിങ്ങളുടെ അപ്പനും നിങ്ങളുടെ ഹസ്ബൻഡും ഒരുമിച്ച് ഗസ് ചെയ്യുന്നു, അതും കറക്റ്റ് ആയിട്ട്. എനിക്ക് തോന്നി ഇനി 2 ക്വസ്റ്റ്യനും കൂടിയേ ഉള്ളൂ. വാട്ട് ഈസ് മൈ സ്റ്റാർ സൈൻ? ഇത് തെറ്റിക്കാൻ പാടില്ല, ഇതൊരു ഫാക്ട് ആണ്, ഇത് മാറില്ല. സ്റ്റാർ സൈൻ, നമുക്ക് പല പല സ്റ്റാർ സൈൻസ് ഉണ്ട്. വാട്ട് ഈസ് മൈ സ്റ്റാർ സൈൻ? മൈ സ്റ്റാർ സൈൻ ഇസ് ജെമിനി. Gemini. What did you write? ശ്രീനി തെറ്റിക്കില്ല. എന്താ വെച്ചാൽ ശ്രീനിയും ഞാനും ജെമിനായ. രണ്ടുപേരും 28. അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ എത്ര മണിക്കാണ് ഉറങ്ങുന്നത്? ഇതൊക്കെ നീ അറിഞ്ഞിട്ട ക്വസ്റ്റ്യൻ ആണോടാ. വാട്ട് ടൈം ഡു ഐ സ്ലീപ്? ഇറ്റ് വിൽ കീപ് ചേഞ്ചിങ് ഗൈസ് അക്കോർഡിംഗ് ടു മൈ മൂഡ്. 11 o'clock. വെരി ട്രൂ. ഇത് ഇപ്പോഴത്തെ
കൊച്ചുങ്ങൾക്ക് ഉറങ്ങിയില്ലേ പറ്റൂ. മിണ്ടായിരിക്കും ശ്രീ. ഞാൻ ഇപ്പോഴും 11 മണിക്ക് നിനക്ക് സ്കൂളിൽ പോണ്ടേ? അതെ, അത് അവളല്ലേ പോണേ, ഞാനല്ലല്ലോ. ഞാനതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഉറങ്ങണ്ട ഡാഡി. സത്യം പറയാം. നീയാണ് പറയേണ്ടത്. ഇതാണ് ഗൈസ്, ഇത് നോക്ക് ഗൈസ്, ഇതാണ് പിന്നെ കൂടെ കിടക്കുന്ന ആൾക്ക് അറിയാതിരിക്കും. സോ ഗൈസ്, അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു ബ്യൂട്ടിഫുൾ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഇതില് വിന്നർ ആരാണെന്നും കൂടി എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ദ വിന്നർ ഈസ് നൺ അതർ ദാൻ, സ്കോർ നമുക്ക് ആദ്യം പറയാം. ഡാഡിയുടെ സ്കോർ 9 ആണ്. നല്ലൊരു ക്ലാപ്പ്. ശ്രീനിയുടെ സ്കോർ എത്രയാണ്? 14. ഡാഡിക്ക് എന്താണ് പറയാനുള്ളത്? ശ്രീനിയുടെ അടുത്ത് എന്താ പറയാനുള്ളത്? ശ്രീനിങ്ങനെ സ്കോർ ചെയ്തുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടല്ലോ. നിന്നെ മനസ്സിലാക്കുന്ന ഒരു ആള് കിട്ടിയാലല്ലേ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ പറ്റൂ. നല്ല ഇത് മാറിയിരുന്നെങ്കിൽ എന്റെ കഷ്ടാരം തോന്നിയാൽ എല്ലാം ഓ മൈ ഗോഡ്, ഞാൻ ചിന്തിക്കാത്ത കുറെ കാര്യങ്ങൾ എനിക്ക് ആൻസർ. അതായത് പലരും ചോദിക്കും ഡാഡി ഒരു നല്ല റിലേഷൻഷിപ്പിന് ആവശ്യമുള്ള മെയിൻ ആയിട്ട് ഇത് തന്നെ. ഡാഡിമാർക്കും ഇതൊരു വലിയ കംഫർട്ട്, ഒരു നല്ല ഹസ്ബൻഡ് ഒരു കിട്ടിയല്ലേ. മനസ്സിലാക്കാനുള്ള ഹസ്ബൻഡ്. അപ്പൊ വിന്നർ ഓൾ ദി ബെസ്റ്റ്. ഇനി ഗിഫ്റ്റ് ഞാൻ എന്നെ കൊണ്ട് എടുത്തോളി. അതുകൊണ്ട് ഇത് പെർമനന്റ് ആയിട്ട് ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഡാഡിക്ക് ഒരു നല്ലൊരു ദാമ്പത്യ ജീവിതത്തിന് ഡാഡിക്ക് തരാൻ പറ്റിയ ഒരു അഡ്വൈസ് എന്താ? ഒരു കപ്പിൾ, യങ് കപ്പിൾ, 30s, IT ഫീൽഡിലായിരുന്നു. അപ്പൊ അവര് ഡിവോഴ്സിനൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പറഞ്ഞപ്പോൾ ദ കമ്പനി ഓണർ വാസ് ഫീലിംഗ് വെരി ബാഡ്. ബോത്ത് ഓഫ് ദം ആർ വണ്ടർഫുൾ പീപ്പിൾ. രണ്ടുപേരും നല്ല ആൾക്കാരായിരുന്നു. പെൺകുട്ടി സ്മാർട്ടാണ്, പയ്യനും നല്ല സ്മാർട്ടാണ്. അങ്ങനെ അപ്പോൾ രണ്ടുപേരും ദേ ഹാപ്പൻ ടു അറ്റൻഡ് മൈ സെഷൻ. ഐ നെവർ ടോക്ഡ് അബൌട്ട് ഡിവോഴ്സ് ഓർ മാരേജ് ഓർ എനിത്തിങ് ദർ. അന്ന് ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ, 2 ക്ലാസ് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ദേ ഡിസൈഡഡ് നോട്ട് ടു സെപ്പറേറ്റ്. അപ്പോൾ എൻ്റെ അടുത്ത് അവർ പിന്നെ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഡിവോഴ്സിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, മുമ്പ് ഞങ്ങൾ ആലോചിച്ചിരുന്നത് തെറ്റൊക്കെ അവളുടെയാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. അവൾ വിചാരിച്ച തെറ്റൊക്കെ ഇവൻ്റെ ആണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി തെറ്റൊക്കെ എൻ്റെയാണെന്നും അവൾക്ക് മനസ്സിലായി തെറ്റൊക്കെ അവളുടെയാണെന്നും. ഈ ഒരു വിചാരമാണ്. അപ്പോൾ നമുക്കും തെറ്റുകൾ നടക്കും, അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കത്തില്ല. അപ്പോൾ നമ്മുടെ തെറ്റുകൾ നമ്മൾ അംഗീകരിക്കുക. അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾ മാറും. അപ്പൊ ഇനി കല്യാണത്തിന് പോകുന്ന സമയത്ത് മറ്റൊരു തെറ്റിനെ അംഗീകരിക്കാൻ, നമുക്കും തെറ്റുകൾ പറ്റുന്ന അംഗീകരിക്കാം. തെറ്റ് എന്റെയാണെന്ന് മനസ്സിലായി അവന്. അവള് പറയുന്നില്ല തെറ്റ് എന്റെയാണെന്ന്. അപ്പൊ പിന്നെ അവിടെ വഴക്കുണ്ടാവുന്നത്. അതായത് ചേട്ടാ ഞാനാ തെറ്റ്. അപ്പൊ നീ പറയണം ഇല്ല സോറി ചേട്ടാ, ഞാൻ എന്തോ പറഞ്ഞു. ഇല്ലടാ കുഴപ്പമില്ല, ഞാൻ എന്തോ പറഞ്ഞല്ലോ. ചെറിയൊരു മൈൻഡ് സെറ്റ് ചേഞ്ച്. ഈ പെർഫെക്റ്റ് ഹസ്ബൻഡ് ആൻഡ് പെർഫെക്റ്റ് വൈഫ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടോ? ലോകത്ത് അങ്ങനെ ആരില്ല. ഡാഡി പണ്ടൊരു സാധനം പറയില്ലേ, ഇഫ് നോബഡി ഈസ് പെർഫെക്റ്റ് ഇൻ ദിസ് വേൾഡ്, ഇഫ് സംബഡി സേസ് ദേ ആർ പെർഫെക്റ്റ്, ദേ ആർ എ പെർഫെക്റ്റ് ലയർ എന്ന് പറയും. തെറ്റ് കാണുന്ന സമയത്ത് കയറി അറ്റാക്ക് അല്ല, അതിനെ എങ്ങനെ പ്ലീസിംഗ് ആയിട്ടും പ്ലസന്റ് ആയിട്ടും ഏത് സ്ഥലത്ത് വെച്ച് പറയണത്. 6 പേരെ മുമ്പിൽ പറഞ്ഞാൽ തെറ്റാണ്. തന്നെ വിളിച്ച് തന്നെ ഇരിക്കുന്ന സമയത്ത് കൂളായിട്ട് 2-3 നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് 4ാമത്തത് പറയണം. വെളി അതും കൂടെ ശ്രദ്ധിച്ചാൽ നീ സൂപ്പറാന്ന് പറയും. അതെന്തിനാ 3 നല്ല കാര്യം? അപ്പോഴല്ലേ ഈ ബട്ടറിന് ഉരുക്കിയിട്ടല്ലേ ബട്ടർ ഇടാൻ പറ്റുമെന്ന് പറയുന്ന പോലെ മനുഷ്യന്മാര് അങ്ങനെ എല്ലാരും അങ്ങനെ പെട്ടെന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഉൾക്കൊള്ളാൻ ആർക്കും. അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആരായിരുന്നാലും നമ്മൾ വന്നിട്ട് അവരെ ഒന്ന് സോഫ്റ്റൻ ചെയ്തിട്ട് ഒരു ഹാർഡ് കാര്യങ്ങൾ പറയാവൂ. വെൽ യു ആർ എ വണ്ടർഫുൾ ഡാൻസർ, യു നോ ദാറ്റ്. Okay. Thank you. You sing beautiful, ma. Thank you. You write lyrics unbelievably great. Thank you. But I think you need to take care of sometimes your moods shift and other things. അത്രേ ഉള്ളൂ. Okay. Anyway, thank you so much, Daddy. അപ്പം ആസ് യു നോ നമ്മുടെ ഈ ചാനൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ബ്യൂട്ടിഫുൾ ഗ്രോത്ത്. അതായത് നമ്മൾ എന്നും ഇന്നലത്തെ എന്നേലും നാളത്തെ ഞാൻ ബെറ്റർ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് നമ്മുടെ ഈ ചാനൽ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ മെസ്സേജസും ഇതിൽ ഷെയർ ചെയ്യുന്നത്. ഐ ഹോപ്പ് യു എൻജോയ് ടുഡേയ്സ് എപ്പിസോഡ്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തത്. എനിക്ക് ഭയങ്കര, സത്യം പറയാം, എൻ്റെ ഭയങ്കര ഒരു, എനിക്ക് എന്നെ ബട്ടർ ഇട്ട പോലെ എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. എല്ലാം ജാം ബട്ടർ കിട്ടും. അപ്പൊ എൻ്റെ ഡാഡിയും എൻ്റെ ഹസ്ബൻഡും 2 പേരും I just feel like I got lucky with these 2 amazing superheroes in my life. We are also lucky. Thank you. ഡാഡിക്കും പറയാം. താങ്ക് യു. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടു, എൻജോയ് ചെയ്തു വിചാരിക്കുന്നു. ഇനിയും ഒരു സൂപ്പർ എപ്പിസോഡായിട്ട് തിരിച്ചു വരും. Till then, it's bye from all of us. Bye. Love yourself the way you are. Love the world the way it is. Just go ahead and
do your thing. Just believe, just believe. Ba 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 Polly Money Show. Oh, oh. Believe in yourself. Do it. Love yourself the way you are. Love the world the way it is. Polly Money Show.